ഹലോ, സൈലം ബി എസ് സിയുടെ മറ്റൊരു HSA മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിലുള്ള ഫസ്റ്റ് മൊഡ്യൂളിലെ ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് HSA എക്സാമുകൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഓരോരോ ടോപ്പിക്കും എടുത്തിട്ട് അതിൽ നിന്ന് HSA എക്സാമുകൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത് 2016-ലെയും 2021-ലും നടന്ന HSA എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടാതെ തമിഴ് മീഡിയത്തിലും കന്നഡ മീഡിയത്തിലും പിന്നെ NCA എക്സാമുകളൊക്കെ ആയിട്ട് ഒരുപാട് HSA എക്സാമുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും HSA എക്സാമുകൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് HSA എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ആ ചോദ്യങ്ങൾ വെച്ചിട്ട് പഠിക്കാനുള്ള ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റെഡി? ഫങ്ഷൻസിന് മലയാളത്തിൽ പറയുന്ന പേര് ഏകതങ്ങൾ എന്നാണ്. ആ പേരൊന്ന് ഓർത്തു വെക്കുക. ഫങ്ഷൻസിന് മലയാളത്തിൽ പറയുന്ന പേര് ഏകതങ്ങൾ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിലായിരിക്കും കാണുക. ഏകതങ്ങൾ എന്ന് കണ്ടാൽ അത് ഫങ്ഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. f of x equal to √7 - 8x + x² എന്ന ഏകതത്തിന്റെ മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം കൺഫ്യൂഷൻ വേണ്ട. മണ്ഡലം എന്ന് പറഞ്ഞാൽ ഡൊമെയിന് നമ്മൾ യൂസ് ചെയ്യുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫംഗ്ഷന്റെ മണ്ഡലം, ഒരു ഏകതത്തിന്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡൊമെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, √7 - 8x + x². ഈ ഏകതത്തിന്റെ മണ്ഡലം, ഡൊമെയിൻ ഏതാന്നുള്ളത് കണ്ടെത്തുക. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഏകതത്തിന്റെ മണ്ഡലം, ഡൊമെയിൻ കാണണമെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകുന്ന പോയിന്റുകൾ എവിടേക്കാന്ന് നോക്കിയാൽ മതി. ഏതൊക്കെ സ്ഥലത്ത് ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഫംഗ്ഷന്റെ വില വരുന്നത് റൂട്ട് വെച്ചിട്ടാണ്. റൂട്ടുള്ള ഒരു സാധനം ഡിഫൈൻഡ് ആകണമെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂ >= 0 ആകാം. റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് 0 കൊടുക്കാം, പോസിറ്റീവ് നമ്പറുകളും കൊടുക്കാം. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് നമ്പറുകൾ കൊടുത്താൽ അതിന് റിയൽ വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആരാണ്? റൂട്ടിന്റെ ഉള്ളിൽ 0യും പോസിറ്റീവ് നമ്പറും വരുന്ന രീതിയിലുള്ള വാല്യൂസ് ആണ്. അതായത് റൂട്ടിന്റെ ഉള്ളിലുള്ള ആൾ എന്ന് പറഞ്ഞാൽ ആരാ? 7 - 8x + x² ആണ്. ഇത് > 0 ആകുന്ന പോയിന്റുകളാണ് ഈ ഫംഗ്ഷൻ, ഈ ഏകതത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്, അല്ലേ? ഇത് > 0 ആകുന്ന പോയിന്റുകൾ എങ്ങനെയാ കണ്ടെത്തുക? ഇത് ഞാനൊന്ന് അറേഞ്ച് ചെയ്യാം. ആദ്യം x² എഴുതി, പിന്നെ -8x എഴുതി, പിന്നെ +7 എന്ന് കൊടുത്തു, which is > 0. ഇത് > 0 ആകുന്ന പോയിന്റ് കണ്ടെത്തിയാൽ മതി. അതിനാദ്യം ഇയാളെ ഞാനൊന്ന് ഫാക്ടറൈസ് ചെയ്യുക, ഘടകക്രിയ ചെയ്യുക. എങ്ങനെ ഇയാളെ ഫാക്ടറൈസ് ചെയ്യുക? സിമ്പിൾ ആണ്. കൂട്ടിയാൽ -8ഉം ഗുണിച്ചാൽ 7ഉം കിട്ടുന്ന ഒരു പോയിന്റ് നിങ്ങൾ പറഞ്ഞാൽ മതി. കൂട്ടിയാൽ -8ഉം കിട്ടണം, ഗുണിച്ചാൽ 7ഉം കിട്ടണം. അപ്പൊ ഗുണിച്ചാൽ 7 കിട്ടുന്ന നമ്പറുകൾ ആരാ? 1 × 7 ഗുണിച്ചാൽ 7 ആണ്. -1 × -7 ഗുണിച്ചാലും 7. അതിൽ ഏതൊക്കെ കൂട്ടിയാലാ -8 കിട്ടുക? -1ഉം -7ഉം കൂട്ടിയാലല്ലേ? അപ്പൊ കൂട്ടിയാൽ 8ഉം ഗുണിച്ചാൽ 7ഉം കിട്ടുന്ന പോയിന്റുകൾ -1ഉം -7ഉം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. x - 1 × x - 7 which is > 0 എന്ന് കൊടുക്കാം. അപ്പൊ ഇത് രണ്ടും > 0 ആകുന്ന പോയിന്റ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആകുന്ന പോയിന്റുകൾ ആരാണോ അവിടെയാണ് നമ്മുടെ ഫംഗ്ഷന്റെ മണ്ഡലം, ഡൊമെയിൻ വരിക. അത് കണ്ടെത്താനായിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു റിയൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ റിയൽ ലൈനിൽ നമുക്ക് കിട്ടിയ 2 പോയിന്റുകൾ ആരാ? ഇതിന്റെ റൂട്ടുകൾ ആരാ? ഒരു റൂട്ട് 1 ആണ്, അടുത്ത റൂട്ട് ആരാടാ? 7. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 റീജിയൻ കിട്ടുന്നുണ്ടല്ലോ. ഒരു കഷ്ണം ഇവിടെ, ഇത് രണ്ടാമത്തെ കഷ്ണം, ഇത് മൂന്നാമത്തെ കഷ്ണം. ആ ഓരോ കഷ്ണത്തിലും ഫംഗ്ഷന്റെ വില പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്താൽ മതി. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക, 1ന്റെ താഴേക്കുള്ള ഒരു പോയിന്റ് എടുക്കുക. 1ന്റെ താഴെ ഞാൻ 0 എടുത്തു. 0 ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് കിട്ടുക? 0 ഇട്ട് കൊടുത്താൽ 0 - 1 × 0 - 7, അതായത് -1 × -7 എന്ന് കിട്ടും. -1 × -7 എന്ന് പറഞ്ഞാൽ 7. അപ്പൊ ഈ ഭാഗത്ത് ഇനി വേറെ ഒന്നും നോക്കണ്ട, ഒറ്റ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം ആ ഭാഗത്തുള്ള എല്ലാവരും പോസിറ്റീവാ.
ഇനി 1ന്റെയും 7ന്റെയും ഇടയിലുള്ള ഒരു നമ്പർ എടുക്കുക. ഞാൻ 2 എന്ന് പറയുന്ന നമ്പർ എടുത്തു. അത് അതിൽ ഇട്ട് കൊടുത്താൽ എന്താ കിട്ടുക? 2 - 1 ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 - 7. 2 - 7 എന്ന് പറഞ്ഞാൽ -5 ആ കിട്ടുക. ദെർഫോർ ആൻസർ ഈസ് -5 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഏരിയയിൽ ഇനി ഒന്നും നോക്കണ്ട, അവിടെ എല്ലാം ആ സാധനം നെഗറ്റീവ് ആയിരിക്കും. ഇനി 7ന്റെ തൊട്ടടുത്തുള്ള റീജിയനിൽ ഒരു നമ്പർ എടുക്കടാ. 8 എടുത്തു. 8 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താ കിട്ടുക? 8 - 1 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 8 - 7 എന്ന് പറഞ്ഞാൽ 1. 7 ഇൻറ്റു 1 7 ആണ്. അപ്പൊ ഈ റീജിയനിൽ കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവാ. അപ്പൊ x-1 ഇൻറ്റു x-7 എന്ന് പറയുന്ന ആള് പോസിറ്റീവ് ആകുന്ന റീജിയൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുന്ന റീജിയൻ രണ്ടാളുകളാ. ഇവിടുന്ന് ഇങ്ങോട്ട് ക്ലോസ്ഡ് 1 വരെയുള്ള റീജിയനും ഇവിടുന്ന് ഇങ്ങോട്ട് 7 മുതൽ മുകളിലേക്കുള്ള എല്ലാ റീജിയനും. ഈ റീജിയൻ എങ്ങനെയാ നമ്മൾ എഴുതുക? ഈ റീജിയൻ നമ്മൾ -∞ ക്ലോസ്ഡ് 1 എന്നാ എഴുതുക. യൂണിയൻ രണ്ടാമത്തെ റീജിയൻ ആരാ? 7 to ∞. അതായത് ഈ ഫംഗ്ഷന്റെ മണ്ഡലം ഡൊമെയിൻ എന്ന് പറയുന്നത് -∞ to 1 യൂണിയൻ 7 to ∞ ആണ്. അത് വരുന്നത് ഏതാടാ? ഓപ്ഷൻ സി ആ. ഓപ്ഷൻ സി ആണോ? അല്ലല്ലോ, ഓപ്ഷൻ ബി ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മറ്റേതിൽ ഓപ്പൺ ആണ്, മുകളിലുള്ളതിലാണ് എന്ത് വരിക? ക്ലോസ്ഡ് വരിക. അപ്പൊ സംഗതി മനസ്സിലായോ എങ്ങനെ ചെയ്തതെന്നുള്ളത്? ഒന്നും കൂടെ പറയാം. നമ്മളോട് പറഞ്ഞത് ഈ ഏകദത്തിന്റെ മണ്ഡലം കണ്ടെത്താനാണ്. ഒരു ഏകദത്തിന്റെ മണ്ഡലം ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകുന്ന ഭാഗം. ഇത് റൂട്ടുള്ള ഫംഗ്ഷനാണ്. റൂട്ടുള്ള സാധനം ഡിഫൈൻഡ് ആകണമെങ്കിൽ റൂട്ടിന്റെ ഉള്ളിലുള്ള സാധനം, അകത്തുള്ള സാധനം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകണം. അപ്പൊ 7 - 8x + x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് കണ്ടെത്തണം. നമ്മൾ അതിനെ ആദ്യം ഫാക്ടറൈസ് ചെയ്യുന്നു, എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിൽ അതിന്റെ റൂട്ടുകൾ വരുന്നു. ആ റൂട്ടുകളുടെ ഓരോ ഏരിയയിലും ഈ ഫംഗ്ഷന്റെ സൈൻ എന്താന്നുള്ള കാര്യം നോക്കുക. അങ്ങനെയാണ് നമ്മൾ ആ സാധനം കണ്ടെത്തുക. ഇനി ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. f(x) √ x - a into x - b എന്ന് പറയുന്ന രൂപത്തിൽ വന്നാൽ അതിന്റെ മണ്ഡലം വരിക -∞ to a യൂണിയൻ ക്ലോസ്ഡ് b to ∞ ആ വരിക. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്ത ഫംഗ്ഷന്റെ ഉള്ളിലുള്ള ആള് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാടാ കിട്ടുക? x - 1 ഇൻറ്റു x - 7 എന്നല്ലേ കിട്ടുക. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, -∞ to ക്ലോസ്ഡ് 1 യൂണിയൻ ക്ലോസ്ഡ് 7 to ∞ എന്ന് എഴുതാം. പെട്ടെന്ന് എഴുതാം, മറ്റേ ലൈൻ ഒന്നും വരയ്ക്കണ്ട, ഈ സാധനം ഓർത്ത് വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് റൂട്ടിന്റെ ഉള്ളിലുള്ള ആൾ ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. x - 2 ഇൻറ്റു ഒരു x - 5 കിട്ടിയെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അതിന്റെ മണ്ഡലം വരിക? ഡൊമെയിൻ വരിക. അതിന്റെ മണ്ഡലം ഡൊമെയിൻ എന്ന് പറയുന്നത് -∞ to ക്ലോസ്ഡ് 2 യൂണിയൻ ക്ലോസ്ഡ് 5 to ∞ ആണ് വരിക എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. f(x) √ x² - 5x + 6 എന്ന ഏകദത്തിന്റെ മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? പെട്ടെന്ന് ആലോചിച്ചോളൂ. എങ്ങനെ ആലോചിക്കുക? x² - 5x + 6 നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. x² - 5x + 6 എന്ന് പറഞ്ഞാൽ എന്താണ്? x² - 5x + 6 എങ്ങനെ കാണുക? കൂട്ടിയാൽ -5ഉം ഗുണിച്ചാൽ 6ഉം കിട്ടുന്ന പോയിന്റുകൾ കണ്ടെത്തിയാൽ മതി. കൂട്ടിയാൽ -5 കിട്ടണം, ഗുണിച്ചാൽ 6 കിട്ടണം. അങ്ങനെയുള്ള പോയിന്റുകളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആരായിരിക്കും അങ്ങനെയുള്ള പോയിന്റുകൾ? ഗുണിച്ചാൽ 6 കിട്ടുന്ന ആളുകൾ ആരാടാ? 1 × 6 ഗുണിച്ചാൽ 6, -1 × -6 ഗുണിച്ചാൽ 6, -2 × -3 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 6 അല്ലേ കിട്ടുന്നത്? അത് ആഡ് ചെയ്താൽ -5 അല്ലേ കിട്ടുന്നത്? അപ്പൊ നമുക്ക് ആ റൂട്ടിന്റെ ഉള്ളിലുള്ള സാധനത്തിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? x - 2 ഇൻറ്റു x - 3 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. അങ്ങനെ ഫാക്ടറൈസ് ചെയ്താൽ കണ്ണടച്ചിട്ട് നമുക്ക് അതിന്റെ ഡൊമെയിൻ എഴുതാം. എത്രയാ? -∞ to ക്ലോസ്ഡ് 2 യൂണിയൻ ക്ലോസ്ഡ് 3 to ∞. അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, സിമ്പിൾ ആയിട്ട് ചെയ്തില്ലേ? ആദ്യത്തെ മോഡലിൽ ഇതങ്ങോട്ട് ചെയ്തു. ആദ്യത്തേൽ നമ്മൾ അതിന്റെ എക്സാക്ട് മെത്തേഡ് ഉപയോഗിച്ചു. രണ്ടാമത്തേൽ നമ്മൾ ജസ്റ്റ് അതിന്റെ ട്രിക്ക് ഉപയോഗിച്ചു. അത്രേ ഉള്ളൂടാ. കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എഫ് എന്ന് പറയുന്നത് ആറിൽ നിന്നും ആറിലേക്ക് നിർവചിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. എന്താ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ? f(x) = 3 - 4x എങ്കിൽ എഫ് എന്നത് ബൈജക്റ്റീവ് ആണ്, 1 ആണ്, ഓൺ 2 ആണ്, ഇൻജക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. f(11) ബൈജക്റ്റീവ്, ഓൺ 2 ഇൻജക്റ്റീവ് ആണെന്നുള്ള കാര്യം നോക്കണം. എങ്ങനെയാ നമ്മൾ 11 ആണെന്ന് ചെക്ക് ചെയ്യുക? 11 ആണെന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാ? f(x1) = f(x2) എന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് x1 = x2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ 11 ആണ്.
നോക്കാം. എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ആരാ? ഈ എഫ് ഓഫ് എക്സിൽ എക്സ് ഉള്ളടുത്ത് എക്സ് വൺ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 3 മൈനസ് 4x1 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുവിൽ എന്താ ചെയ്യുക? എക്സ് ഉള്ളടുത്ത് എക്സ് ടു ഇട്ട് കൊടുത്താൽ മതി. 3 മൈനസ് 4x2 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഈ 3യും 3യും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി ഉണ്ടാവുക മൈനസ് 4x1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 4x2 എന്നാണ് ഉണ്ടാവുക. -4ഉം -4ഉം ക്യാൻസൽ ചെയ്താൽ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കൊടുത്തപ്പോ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അതിനർത്ഥം എന്താ? ഈ ഫംഗ്ഷൻ 1 ആണ്. ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ 1 ഏകതമാണെന്ന് പറയാം. എന്ന് വിചാരിച്ചിട്ട് നേരെ ഓപ്ഷൻ ബി ടിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് ചെക്ക് ചെയ്യണം. അതിൽ ബൈജക്റ്റീവ് പറയുന്നുണ്ട്, ഓൺ ടു പറയുന്നുണ്ട്. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 ഓൺ ടു ആകാം. അപ്പൊ 1 ആണെന്ന് കണ്ട് ഉടനെ ഓപ്ഷനിലേക്ക് ചാടണ്ട. അത് ഓൺ ടു ആണെന്നും കൂടെ നോക്കണം. കാരണം ഓൺ ടു ആണെങ്കിൽ നമുക്ക് അതിനെ ബൈജക്റ്റീവ് എന്ന് വിളിക്കാം. അപ്പൊ ഓൺ ടു ആണോ എന്ന് എങ്ങനെ നോക്കുക? ഓൺ ടു ആണെന്ന് നോക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാ. എഫ് എന്ന് പറയുന്നത് ആറിൽ നിന്നും ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ്, അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 മൈനസ് 4x ആണ്. നമ്മൾ ആ എഫ് ഓഫ് എക്സിനെ y എന്നിട്ട് കൊടുക്കും. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന രീതിയിൽ എഴുതും. ഓൺ ടു ആണെന്ന് നോക്കാൻ നമ്മൾ +1 പഠിച്ച രീതി, +2 പഠിച്ച രീതി. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 മൈനസ് 4x. എന്നിട്ട് നമ്മൾ അതിൽ എക്സിന്റെ ടേമിലേക്ക് ഇതിനെ മാറ്റി ചെയ്ത -4x ഇങ്ങോട്ടും കൊടുക്കുക, +y അങ്ങോട്ടും കൊടുക്കുക. അപ്പൊ 4x ഈക്വൽ ടു 3 മൈനസ് y കിട്ടും. ദാറ്റ് ഈസ് x ഈക്വൽ ടു ഇൻറ്റു 4 അങ്ങോട്ട് പോകുമ്പോൾ 3 മൈനസ് y ബൈ 4 എന്ന് കിട്ടുന്നുണ്ടടാ. ഇൻറ്റു 4 അങ്ങോട്ട് പോകുമ്പോൾ 3 മൈനസ് y ബൈ 4 എന്ന് കിട്ടുന്നുണ്ട്. ഇനി എങ്ങനെ ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുക? അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് y എവിടെ നിന്ന് എടുക്കുക? y എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റ് നിന്ന് എടുക്കണം. രണ്ടാമത്തെ സെറ്റ് ആരാ? റിയൽ നമ്പർ. അപ്പൊ കിട്ടുന്ന x എന്ന് പറയുന്ന ആള് ഒന്നാമത്തെ സെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അയാൾ ഓൺ ടു ആ. y എന്ന് പറയുന്ന ആള് രണ്ടാമത്തെ സെറ്റിൽ നിന്ന് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഒന്നാമത്തെ സെറ്റിലാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഓൺ ടു ആ. നമുക്ക് നോക്കാം. y എന്ന് പറയുന്ന ഒന്നാമത്തെ സെറ്റ് എന്ന്, അതായത് 3 മൈനസ് y എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റ് എന്നിട്ടോ, സോറി, രണ്ടാമത്തെ സെറ്റ് ആരാ? റിയൽ നമ്പറാ. അപ്പൊ അവിടെ 3 മൈനസ് റിയൽ നമ്പർ ബൈ 4 എന്ന് കിട്ടും. 3 ഒരു റിയൽ നമ്പർ കുറച്ചാൽ കിട്ടുന്നത് ഒരു റിയൽ നമ്പറാ. ആ റിയൽ നമ്പറിനെ വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത് എന്താ? റിയൽ നമ്പറാ. Therefore x എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. അതായത് x ഒന്നാമത്തെ സെറ്റിൽ കിട്ടി. അതുകൊണ്ട് തന്നെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ്? ഓൺ ടു ആണ്. ആ കാര്യം ഒന്ന് നന്നായിട്ട് ആലോചിച്ച് വെക്കുക. ഓക്കെ, എപ്പോഴും ഇങ്ങനെ ആകണം നിർബന്ധമില്ല കേട്ടോ. ഇതിന്റെ ഡൊമൈൻ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ 1 ഓൺ ടു ഒക്കെ മാറും. ഇനി ഇൻ കേസ് ഡൊമൈൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലേക്കാണ് ഡിഫൈൻ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ ഏത് y ഇവിടുന്ന് എടുത്താലും കിട്ടുന്ന എക്സ് ഒക്കെ ഒന്നാമത്തെ സെറ്റിൽ ഉണ്ടാകണം നിർബന്ധമുണ്ടോ? ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഈക്വൽ ടു 3 മൈനസ് y ബൈ 4 ആണ്, അല്ലേ? 3ക്ക് ഞാൻ, അല്ലെങ്കിൽ yക്ക് ഞാൻ 1 ഇട്ട് കൊടുത്തു. y റിയൽ നമ്പർ അല്ലേ? അപ്പൊ yക്ക് 1 ഇടാലോ. അപ്പൊ എക്സ് എന്താ കിട്ടുക? 3 മൈനസ് 1/4, അതായത് 2/4, അതായത് 1/2. പക്ഷെ 1/2 നാച്ചുറൽ നമ്പറിന്റെ സെറ്റിൽ ഇല്ല. അപ്പൊ ഡൊമൈൻ മാറിയ ഇയാൾ എന്താകും? ഓൺ ടു ആകും. പക്ഷെ നമ്മളോട് പറഞ്ഞത് 6ൽ നിന്ന് 6ലേക്കാണ്. അപ്പൊ നിർബന്ധമായിട്ടും ഇയാൾ ആരാണ്? ഓൺ ടു ആണ്. അപ്പൊ ഒരു ഫംഗ്ഷൻ 1 ആണ്, ഓൺ ടു ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. പാഞ്ഞു പോയിട്ട് എന്ത് കുത്തി വെക്കരുത്? 1 എന്ന് പറയുന്ന ഓപ്ഷൻ ബി കുത്തി വെക്കരുത്. അപ്പൊ ഒന്നും കൂടെ നോക്കാം. 1 ആണെന്ന് കാണിക്കാൻ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് തുടങ്ങിയിട്ട് x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്തു. 1 ആണ്. എഫ് എന്ന് പറയുന്നത് 6ൽ നിന്നും 6ലേക്ക് ഓൺ ടു ആണെന്ന് കാണിക്കാൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. എന്നിട്ട് എക്സിനെ വൈന്റെ ടേമിലേക്ക് മാറ്റുക. y സെക്കൻഡ് സെറ്റിലുള്ള ഏത് നമ്പർ എടുത്താലും കിട്ടുന്ന എക്സ് ഫസ്റ്റ് സെറ്റിലുള്ള നമ്പർ ആണോ നോക്കുക. ആണെങ്കിൽ ഓൺ ടു ആണ്, അല്ലെങ്കിൽ ഓൺ ടു അല്ല. ഡൊമൈൻ മാറുന്നതിനനുസരിച്ച് ഓൺ ടു 1 ഒക്കെ മാറും. അപ്പൊ ഇത് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലായതുകൊണ്ട് y ഏത് റിയൽ നമ്പർ എടുത്താലും അതിനെ എന്തൊക്കെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൾ ആര് തന്നെയായിരിക്കും? റിയൽ നമ്പർ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇയാൾ ഓൺ ടു. ഇനി പെട്ടെന്ന് ചെയ്യാനായിട്ട് ഈ കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. എടാ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ax പ്ലസ് ബി എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് 6ൽ നിന്നും 6ലേക്കാണെങ്കിൽ നിർബന്ധമായിട്ടും അയാൾ ആരായിരിക്കും? ബൈജക്റ്റീവ് ആയിരിക്കും. ഈ കോലത്തിലുള്ള ഏത് ഫംഗ്ഷൻ
എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന കോലത്തിലുള്ള ഏത് ഫംഗ്ഷൻ ആറിൽ നിന്ന് ആറിലേക്ക് വന്നാലും നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ബൈജക്റ്റീവ് ആയിരിക്കും. ഇനി നിങ്ങളോട് ഇങ്ങനെ ഞാൻ ചോദിച്ചു, എഫ് എന്ന് പറയുന്നത് ആറിൽ നിന്നും ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുള്ളത് 5x+3 ആ. കണ്ണു അടച്ചിട്ട് പറയാം അയാൾ 1 ആണ്, ഓൺ 2 ആണ്, അതുകൊണ്ട് ബൈജക്റ്റീവ് ആണ്. ആറിൽ നിന്ന് ആറിലേക്കാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. എല്ലാത്ത കേസിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, ചെക്ക് ചെയ്യണം. എഫ് എന്ന് പറയുന്നത് ആറിൽ നിന്നും ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെയാണ് കിടക്കുന്നത്, 7 - 2x. കണ്ണു അടച്ചിട്ട് പറയാം അയാൾ 1 ആണ്, ഓൺ 2 ആണെന്ന് പറയാം. ക്ലിയർ ആണോ പറഞ്ഞത്? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആറിൽ നിന്നും ആറിലേക്കുള്ള ബൈജക്റ്റീവ് ആയിട്ടുള്ള ഏകദം ഫംഗ്ഷൻ ഏതാണ്? ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആറിൽ നിന്നും ആറിലേക്കുള്ള ബൈജക്റ്റീവ് ആയിട്ടുള്ള ഏകദം ഫംഗ്ഷൻ ഏതാണെന്നുള്ള കാര്യമാണ് കണ്ടെത്തേണ്ടത്. ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആട്ടോ. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 ഓൺ 2 ആണോ നോക്കണം. അപ്പൊ നോക്കാം, 4 ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഇത് 2021 HSA മാത്സിന് ചോദിച്ച ചോദ്യമാണ്. നോക്കാം, എഫ് എന്ന് പറയുന്നത് ആറിൽ നിന്നും ആറിലേക്കുള്ള ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതായത് ചുരുക്കി പറഞ്ഞ എഫ് ആറിൽ നിന്നും ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിൽ ബൈജക്റ്റീവ് ആയിട്ടുള്ളത് ആരാന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, എ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈജക്റ്റീവ് ആണോ നോക്കാൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം, എക്സ് ക്യൂബിന്റെ ഗ്രാഫ് നമുക്കറിയാം. ഗ്രാഫ് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. എക്സ് ക്യൂബിന്റെ ഗ്രാഫ് ഈ സാധനമാണ് കേട്ടോ. എക്സ് ക്യൂബിന്റെ ഗ്രാഫ് ഇയാളാണ്. എക്സ് ക്യൂബിന്റെ ഗ്രാഫ് നമുക്കറിയുന്ന കാര്യമാണ്, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാ. ഇയാളാണ് എക്സ് ക്യൂബിന്റെ ഗ്രാഫ്. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് കണ്ടാൽ ആ ഫംഗ്ഷൻ 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. എന്താ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? ഈ ഗ്രാഫിന്റെ മുകളിലൂടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനുകൾ എത്ര എണ്ണം വരച്ചാലും അത് ഗ്രാഫിനെ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നു എങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഗ്രാഫിൽ എത്ര ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈന് വരച്ചാലും ആ ലൈനുകളൊക്കെ ഗ്രാഫിനെ ഒറ്റ പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ 1 ആണ്. ഇനി എങ്ങനെയാ ഓൺ 2 ആണോ നോക്കുക? നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനുകൾ ഇങ്ങനെ വരച്ചു നോക്കുക. ഏത് സ്ഥലത്തും ഹൊറിസോണ്ടൽ ലൈനുകൾ ഫംഗ്ഷനെ ഒരു പോയിന്റിലെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ഓൺ 2 ആണ്. ചില സ്ഥലത്ത് ഒറ്റ പോയിന്റിലും കൂട്ടിമുട്ടാതെ വരും. ഒരു ഹൊറിസോണ്ടൽ ലൈനും ഫംഗ്ഷനെ ഒറ്റ പോയിന്റിലും കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ അയാൾ ഓൺ 2 അല്ല. അപ്പൊ ഹൊറിസോണ്ടൽ ലൈൻ ഓർത്ത് വെച്ചാൽ കുറെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്? ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിന്റെ മുകളിലൂടെ ഹൊറിസോണ്ടൽ ലൈനുകൾ വരച്ചാൽ ആ ലൈനുകൾ ഗ്രാഫിനെ ഒറ്റ പോയിന്റിലെ ടച്ച് ചെയ്യുന്നുവെങ്കിൽ ആ ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഒറ്റ പോയിന്റിലെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ 1. ഇനി എങ്ങനെ ഓൺ 2 ആണ് നോക്കുക? നമ്മൾ ഹൊറിസോണ്ടൽ ലൈനുകൾ വരച്ചാൽ ഏത് സ്ഥലത്തും ആ ഹൊറിസോണ്ടൽ ലൈന് ഗ്രാഫിനെ മിനിമം ഒരു പോയിന്റിലെങ്കിലും ടച്ച് ചെയ്യുന്നു എങ്കിൽ അയാൾ ഓൺ 2 ആണ്. അപ്പൊ നോക്കിയാൽ എക്സ് ക്യൂബ് മനസ്സിലാവും. എക്സ് ക്യൂബ് എന്ന് പറയുന്ന ആള് 1 ആണ്, കൂടാതെ ഓൺ 2 ആണ്. അപ്പൊ ഇയാള് 1 ആണ്, അതിനോടുകൂടെ തന്നെ ഓൺ 2 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ആരാണടാ? ബൈജക്റ്റീവ് ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് താഴെയുള്ളതിൽ ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആരാന്നാണ്? ഓപ്ഷൻ എ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ് ബൈജക്റ്റീവ് ആയിട്ടുള്ളത്. വേണമെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ പ്രശ്നം എന്താ? ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. അതിനു മുകളിലൂടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനുകൾ വരച്ചെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ആ ഗ്രാഫിന് മുകളിലൂടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനുകൾ വരച്ചാൽ 1 ആവുമോ? ഇല്ല. ആ ഹൊറിസോണ്ടൽ ലൈനുകൾ ഗ്രാഫിനെ ഒറ്റ പോയിന്റിലെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴേ 1 ആവുള്ളൂ. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുമ്പോൾ അത് ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്തല്ല? 1 അല്ല. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 അല്ല. ഇനി ഓൺ 2 ആണോ? ഓൺ 2 ആണോ നോക്കാൻ മുകളിലൊക്കെ ഹൊറിസോണ്ടൽ ലൈന് ഗ്രാഫിനെ മിനിമം ഒരു പോയിന്റിലെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ താഴേക്ക് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ ഗ്രാഫിനെ ഒരു പോയിന്റിലും ടച്ച് ചെയ്യുന്നില്ല.
അതുകൊണ്ട് തന്നെ ഇയാൾ എന്തല്ല, ഓൺ ടു അല്ല. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 അല്ല, എന്തുമല്ല എന്ന് പറയാം, ഓൺ ടു അല്ല എന്ന് അവിടെ ഉറപ്പിച്ചു പറയാലോ, ഉറപ്പിച്ചു പറയാം. മൂന്നാമത്തെ ഫംഗ്ഷൻ ആരാടാ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ആ. വേണമെങ്കിൽ അതും കൂടെ ഒന്ന് പറയാം. ടാൻ എക്സിന്റെ ഗ്രാഫ് ഇതാണ് ടാൻ എക്സിന്റെ ഗ്രാഫ് വരുന്നത്. നോക്കിക്കേ, ഇയാളാണ് ടാൻ എക്സിന്റെ ഗ്രാഫ് വരുന്നത്. ടാൻ എക്സിന്റെ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം 1 നോക്കാം. എന്താ 1? എഫ് ഓഫ് എക്സിന്റെ, അതായത് ആ ഗ്രാഫിന്റെ മുകളിലൂടെ എത്ര ഹൊറിസോണ്ടൽ ലൈനുകൾ വരച്ചാലും അതൊക്കെ ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്തല്ല, 1 അല്ല എന്ന് ഉറപ്പിച്ചു പറയാം. ഇയാൾ 1 അല്ല. ഇനി ഓൺ ടു ആണോ നോക്കുക. ഇയാൾ ഓൺ ടു ആണോ? നമ്മൾ എത്ര ഹൊറിസോണ്ടൽ ലൈനുകൾ വരച്ചാലും ആ ലൈനുകളൊക്കെ ഗ്രാഫിനെ മിനിമം ഒരു പോയിന്റിലെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾ ആരാണടാ, ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പൊ എഫ് ആറിൽ നിന്നും ആറിലേക്ക് ഡിഫൈൻ ചെയ്തിട്ട് ടാൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അയാൾ 1 ആവില്ല, പക്ഷെ എന്താകും, ഓൺ ടു ആകും. ഇനി ഇതിനെ 1 ഓൺ ടു ആക്കണമെങ്കിൽ ഈ ആറിൽ നിന്ന് ആറിലേക്ക് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള സംഗതി അങ്ങോട്ട് മാറ്റിയാൽ മതി. ആറിൽ നിന്ന് ആറിലേക്ക് എടുക്കുന്നതിന് പകരം എങ്ങനെ എടുത്താൽ മതി, ഈ ഒരു റേഞ്ച്, ഈ ഒരു കഷ്ണം മാത്രം, അതായത് എഫ് എന്ന് പറയുന്നത് -π/2 to π/2 എടുത്തു നോക്കടാ. എഫ് എന്ന് പറയുന്നത് -π/2 to π/2 എടുക്കുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് -π/2 π/2 ടു ആറിലേക്ക് എടുക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ ഒരു കഷ്ണം മാത്രമേ കിട്ടുള്ളൂ. നോക്കടാ, -π/2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ക്ലോസ്ഡ് π/2. അത് രണ്ടിന്റെയും ഇടയിലുള്ള റീജിയൻ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫംഗ്ഷനെ കുറിച്ച് എന്ത് പറയാം, എത്ര ഹൊറിസോണ്ടൽ ലൈനുകൾ വരച്ചാലും ഗ്രാഫിനെ ഒറ്റ പോയിന്റിലെ മീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആളാരാണ്, 1 ആണ്. ഏത് ഹൊറിസോണ്ടൽ ലൈനുകളും ഗ്രാഫിനെ മിനിമം ഒരു പോയിന്റെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾ ആരാണ്, ഓൺ ടു ആണ്. 1 ഓൺ ടു ആണെങ്കിൽ ഇയാൾ എന്ത് ഫംഗ്ഷനാ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ആറിൽ നിന്ന് ആറിലേക്കാണെങ്കിൽ ബൈജക്റ്റീവ് അല്ല. പക്ഷെ നമ്മൾ അതിന്റെ മണ്ഡലം ഒന്ന് ചുരുക്കി ക്ലോസ്ഡ് -π/2 to π/2 അതിൽ നിന്നും ആറിലേക്ക് ആക്കുകയാണെങ്കിൽ അവിടെ ക്ലോസ്ഡ് -π/2 പറ്റൂല കേട്ടോ. കാരണം എന്താ, ഇവിടെ π/2ലും -π/2ലും നമ്മുടെ ഫംഗ്ഷൻ ടാൻ എക്സിന്റെ വാല്യൂ പോകുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ്. അപ്പൊ π/2ലും -π/2ലും സാധനം ഡിഫൈൻഡ് ആവൂല. അതുകൊണ്ട് ക്ലോസ്ഡ് π/2 എഴുതാൻ പറ്റില്ല. അത് ഞാൻ മാറി എഴുതിയതാടാ, ഓപ്പൺ -π/2 π/2 എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ബൈജക്റ്റീവ്. അതുകൊണ്ടാണ് നിങ്ങൾ ടാൻ ഇൻവേഴ്സ് എക്സ് പഠിക്കുമ്പോൾ അതിന്റെ ഡൊമെയിൻ ഓപ്പൺ -π/2 π/2ൽ നിന്നും ആറിലേക്ക് എടുക്കുക, ആറിൽ നിന്നും -π/2 π/2ലേക്ക് എടുക്കുന്നതിന്റെ കാരണം അതാ. കാരണം എന്താ, ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകണം. ആറിൽ നിന്ന് ആറിലേക്ക് കൊടുത്താൽ ഫംഗ്ഷൻ ബൈജക്റ്റീവ് അല്ല. -π/2 π/2ൽ നിന്നും ആറിലേക്ക് കൊടുത്താൽ ഫംഗ്ഷൻ ബൈജക്റ്റീവാ. അപ്പോഴേ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈന് -π/2 ആറിൽ നിന്നും -π/2 π/2ലേക്കായി മാറിയത്. അതാണ് അതിന് കാരണം. അങ്ങനെയൊക്കെ പഠിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. HSA എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ബോധം ഉണ്ടാവുക. കണ്ടന്റ് അറിഞ്ഞു പഠിക്കുകയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഓക്കേടാ, താങ്ക് യു.